ഇന്നത്തെ ലെസൺ മോഡൽ വേർബ്സ്. എന്താണ് മോഡൽ വേർബ്സ്? ഏതെല്ലാമാണ് മോഡൽ വേർബ്സ്? മോഡൽ വേർബ്സിനെ പറ്റിയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഡിഫറെൻറ്റ് മീനിങ്സിലാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. 9 മോഡൽ വേർബ്സ് ആണ് ഉള്ളത്. ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ് ആൻഡ് മസ്റ്റ്. എന്താണ് മോഡൽ വേർബ്സ്? മോഡൽ വേർബ്സ് എന്നാൽ ഒരു തരം ഹെൽപ്പിംഗ് വേർബാണ്. ഈ ഹെൽപ്പിംഗ് വേർബ് മെയിൻ വേർബിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു അഡീഷണൽ മീനിങ് തരുന്നതാണ്. അഡീഷണൽ മീനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്ലേ എന്നത് ഒരു മെയിൻ വേർബാണ്. പ്ലേ കളിക്കുക, അതിനോടുകൂടി ചേർന്ന് ക്യാൻ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാൻ കഴിയും എന്നായി. മസ്റ്റ് പ്ലേ എന്ന് പറയുമ്പോൾ കളിക്കണം. മേ പ്ലേ എന്ന് പറഞ്ഞാൽ കളിച്ചേക്കാം. ഇങ്ങനെ അഡീഷണൽ മീനിങ് കൊടുക്കുന്നതാണ് മോഡൽ വേർബ്സ്. ഇനി ഏതെല്ലാം ഡിഫറെൻറ്റ് മീനിങ്സിൽ അത് ഉപയോഗിക്കാം? എബിലിറ്റി, എബിലിറ്റി എന്നാൽ കഴിവ്. പിന്നെ പോസിബിലിറ്റി, പോസിബിലിറ്റി എന്നാൽ സാധ്യത. പോസിബിലിറ്റി ഓഫ് ആൻ ആക്ഷൻ. ഒബ്ലിഗേഷൻ, ഒബ്ലിഗേഷൻ എന്നാൽ ബാധ്യത. ഒബ്ലിഗേഷൻ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഒരു ബാധ്യത. ടു ടേക്ക് പെർമിഷൻ, പെർമിഷൻ എടുക്കുക, അതായത് അനുവാദം വാങ്ങുക. ടു ഗീവ് പെർമിഷൻ, അനുവാദം കൊടുക്കുക. ഫോർ മേക്കിംഗ് എ റിക്വസ്റ്റ്, ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നതിന്. ഫോർ ഗിവിംഗ് ആൻ അഡ്വൈസ്, ഉപദേശം കൊടുക്കുന്നതിന്. ഫോർ ഗിവിംഗ് ആൻ ഒപ്പീനിയൻ, ഒരു അഭിപ്രായം പറയുന്നതിന്. മേക്കിംഗ് ആൻ ഓഫർ, ഒരു കാര്യം ഓഫർ ചെയ്യുന്നതിന്. പ്രോമിസിങ് സംതിങ്, പ്രോമിസ് ചെയ്യുന്നതിന്. സ്പെക്കുലേറ്റിംഗ് അബൌട്ട് എ സർട്ടൺ ആക്ഷൻ, സ്പെക്കുലേറ്റ് ചെയ്യുക മീൻസ് നമ്മൾ ഗസ് ചെയ്യുക, അങ്ങനെ ഒരു ആക്ഷൻ സ്പെക്കുലേറ്റ് ചെയ്യുന്നതിന്. ഇതിനൊക്കെ നമുക്ക് മോഡൽ വേർബ്സ്. ഇനി മോഡൽ വേർബ്സിന്റെ റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റൂൾ, മോഡൽ വേർബ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. അത് മറ്റ് ഒരു മെയിൻ വേർബുമായിട്ട് ചേർന്നിട്ടാണ് നിൽക്കുക. ഫോർ എക്സാമ്പിൾ, ക്യാൻ എന്നത് ഒരു മോഡൽ വേർബ് ആണല്ലോ. ദേ ക്യാൻ എ കാർ എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഒരു മീനിങ്ങും ഇല്ല. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ദേ ക്യാൻ ഡ്രൈവ് എ കാർ എന്ന് പറഞ്ഞാലോ അവർക്ക് ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും എന്നായി. ദേ ക്യാൻ ഡ്രൈവ്, ഡ്രൈവ് എന്ന ഒരു മെയിൻ വേർബിനോട് ചേർന്നിട്ടാണ് ക്യാൻ ചേർത്തത്. അങ്ങനെ ചേർത്തപ്പോൾ ഒരു അഡീഷണൽ മീനിങ് കിട്ടി. അതിന് ചേർന്ന് നിൽക്കാൻ പറ്റി, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ദേ ക്യാൻ ഡ്രൈവ് എ കാർ, ദേ ക്യാൻ പാർക്ക് എ കാർ എന്നൊക്കെ പറയാം. പക്ഷേ ദേ ക്യാൻ എ കാർ എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ്ങും ഇല്ല. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ റൂൾ. ഇനി സെക്കൻഡ് റൂൾ, ഒരു മോഡൽ വേർബിന് എപ്പോഴും അത് ഫോളോ ചെയ്തിട്ട് വരുന്നത് ബേസ് ഫോം ഓഫ് എ വേർബ് ആയിരിക്കും. ക്യാൻ ഡ്രൈവ് എന്ന് പറഞ്ഞില്ലേ, ഡ്രൈവ് എന്നത് ഒരു ബേസ് ഫോം ഓഫ് ദ വേർബാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്, അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്നാണ് പറയുക. ടു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവ് ഫോമാണ്. ടു എടുത്ത് മാറ്റി ഡ്രൈവ് എന്ന് മാത്രം. അപ്പോൾ അതിനെ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. മോഡൽ വേർബ് ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഫോളോ ചെയ്ത് വരുന്നത്. ക്യാൻ ഡ്രൈവ്, ക്യാൻ പ്ലേ, ക്യാൻ സിങ്, മസ്റ്റ് സിങ്, മസ്റ്റ് റൺ എന്നൊക്കെ എപ്പോഴും ബേസ് ഫോം തന്നെയായിരിക്കും അത് ഫോളോ ചെയ്തിട്ട് വരുന്നത്. ഐ ക്യാൻ റൺ, ഷീ ഷുഡ് സ്റ്റഡി, അവൾ പഠിക്കണം. ഐ ക്യാൻ റൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാൻ കഴിയും. അടുത്തത്, മോഡൽ വേർബ്സ് ഒരിക്കലും കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ് കോഞ്ചുഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ? ഒരു റെഗുലർ വേർബ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്ലേ, നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പ്ലേസ്, പ്ലേയിഡ്, ഇ ചേർത്തിട്ട് പ്ലേയിഡ്, പ്ലേയിങ്, ING ചേർത്ത് പ്ലേയിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാക്കാം. പക്ഷേ മോഡൽ വേർബ്സിന് ഒരിക്കലും അങ്ങനെ ചേർക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്യാൻ ആണെങ്കിൽ ക്യാൻ തന്നെ, ക്യാൻസ് എന്നോ ക്യാൻഡ് എന്നോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മസ്റ്റ്, മസ്റ്റഡ് എന്നോ മസ്റ്റിംഗ് എന്നോ മസ് എന്നോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മോഡൽ വേർബ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ചേഞ്ചസും അതിൽ വരുത്താൻ പറ്റില്ല. ഏത് ടെൻസ് ആണെങ്കിലും, ഏത് പ്രോനൗൺ ആണ് അതിൻ്റെ കൂടെ വരുന്നതെങ്കിലും ക്യാൻ ആണെങ്കിൽ ക്യാൻ തന്നെ, മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് തന്നെ. അപ്പോൾ മോഡൽ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്ലേ എന്ന ഒരു റെഗുലർ വേർബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഐ പ്ലേ എന്നുപയോഗിക്കും. ഹീ ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ അത് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹീ പ്ലേസ് എന്നാക്കും. പക്ഷേ മോഡൽ വേർബിന് അതുപോലെ ഒരു ടെൻസ് അനുസരിച്ചോ അതല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ എന്നതിനനുസരിച്ചോ ഒരു ചേഞ്ചും വരില്ല. ഐ ക്യാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഹീ ക്യാൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഐ ക്യാൻ, ഹീ ക്യാൻ, ദേ ക്യാൻ, വി ക്യാൻ അങ്ങനെയാണ് പറയുന്നത്. ഒരു ചേഞ്ചും മോഡൽ വേർബിന് വരില്ല. അടുത്ത റൂൾ നമ്പർ 4, നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ അവിടെ സാധാരണ ഒരു റെഗുലർ വേർബിന്
നെഗറ്റീവ് ഫോം ഉണ്ടാക്കുന്നത് പോലെ അല്ല. ഒരു പ്ലേ എന്നൊക്കെയാണ്, ഒരു റെഗുലർ വേർബാണ് പ്ലേ. അതിന് ഒരു നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില ഹെൽപ്പിംഗ് വേർബുകളുടെ ആവശ്യമുണ്ട്. ഡു അല്ലെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ ഡസ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ട് നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഐ പ്ലേ എന്നാണെങ്കിൽ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ ഐ ഡോണ്ട് പ്ലേ, ഡു ഉപയോഗിച്ചു. ഹീ പ്ലേസ് എന്നാണെങ്കിൽ ഹീ ഡസിൻറ്റ് പ്ലേ എന്നാക്കി, ഡസ് ഉപയോഗിച്ചു. ഹീ പ്ലേഡ് എന്നായിരുന്നെങ്കിൽ ഹീ ഡിഡിൻറ്റ് പ്ലേ എന്നാക്കും. അപ്പോൾ ഡു, ഡസ്, ഡിഡ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമുക്ക് നെഗറ്റീവ് ഫോം ഉണ്ടാക്കുന്നതിന്. പക്ഷേ മോഡൽ വേർബിന് അങ്ങനെ ഒരാവശ്യം ഇല്ല. ആ മോഡൽ വേർബിൻ്റെ ആ ഭാഗത്ത് ഒരു നോട്ട് ചേർക്കുകയേ വേണ്ടൂ. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ പ്ലേ എന്നാണെങ്കിൽ ഐ കനോട്ട് പ്ലേ എന്നാക്കി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഫോമായി. ഐ മസ്റ്റ് പ്ലേ എന്നാണെങ്കിൽ ഐ മസ്റ്റ് നോട്ട് പ്ലേ എന്നാക്കിയാൽ മതി. ആ ഭാഗത്തിന് മാത്രം അവിടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഫോം കിട്ടി. സബ്ജക്റ്റ് പ്ലസ് മോഡൽ വേർബ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. അതാണ് നെഗറ്റീവ് സെൻറ്റൻസുകളിൽ സ്ട്രക്ചർ വരുന്നത്. യു മസ്റ്റ് നോട്ട് ഈറ്റ് ചോക്ലേറ്റ്. യു സബ്ജക്റ്റ്, മസ്റ്റ് മോഡൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് നോട്ട് വെച്ചു, ദെൻ മെയിൻ വേർബ് ഈറ്റ്, അത് കഴിഞ്ഞ് ചോക്ലേറ്റ്സ് ഓബ്ജക്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. എല്ലാ നെഗറ്റീവ് ഫോംസിനും കൺട്രാക്ഷൻസ് ഉണ്ട്, ഷോർട്ട് ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാൻ പ്ലസ് നോട്ട്, കനോട്ട് എന്നതിന് അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാൻറ്റ്. അതുപോലെ കുഡ് പ്ലസ് നോട്ട്, കുഡ് നോട്ട് എന്നതിന് കുഡിൻറ്റ്. ഷുഡ് പ്ലസ് നോട്ട്, ഷുഡ് നോട്ട്, അത് ഷുഡിൻറ്റ്. വുഡ് പ്ലസ് നോട്ട്, വുഡ് നോട്ട്, വുഡിൻറ്റ്. ഇനി മൈറ്റ് ആൻഡ് നോട്ട് വന്നു കഴിഞ്ഞാൽ മൈറ്റിൻറ്റ് എന്നാണെങ്കിലും നമ്മളത് സാധാരണ മൈറ്റിൻറ്റ് എന്ന് ഉപയോഗിക്കാറില്ല, മൈറ്റ് നോട്ട് എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ മേ നോട്ട്, മേ നോട്ട് എന്നാണ്. മേ എന്നതിൻ്റെ നെഗറ്റീവ് ഫോം മേ നോട്ട്, അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിൽ ആൻഡ് ഷാൽ, ഇത് വിൽ പ്ലസ് നോട്ട്, വിൽ നോട്ട് അതല്ലെങ്കിൽ വാണ്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. ഷാൽ പ്ലസ് നോട്ട്, ഷാൽ നോട്ട് അല്ലെങ്കിൽ ഷാൻറ്റ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, കനോട്ട്, ക്യാൻ പ്ലസ് നോട്ട് കനോട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു സിംഗിൾ വേർഡായിട്ടാണ് എഴുതുന്നത്. അത് മാത്രമാണ് അങ്ങനെ സിംഗിൾ വേർഡായിട്ട് എഴുതുന്നത്, ബാക്കിയെല്ലാം രണ്ട് വേർഡായിട്ട് തന്നെയാണ് എഴുതുന്നത്. ഇനി റൂൾ നമ്പർ 5, ഇൻ്ററോഗേറ്റീവ് ഫോം, അതായത് ക്വസ്റ്റ്യൻ ഫോം. അത് ഉണ്ടാക്കുമ്പോൾ മോഡൽ വേർബ്സ് അങ്ങനെ തന്നെയാണ്. അവിടെയും നമുക്ക് ഒരു ഡു അല്ലെങ്കിൽ ഡിഡ്, അതും അല്ലെങ്കിൽ ഡസ് ഇതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. സാധാരണ നമ്മൾ ഐ പ്ലേ എന്നത് അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡു യു പ്ലേ എന്നല്ലേ, ഡു എന്നതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഐ പ്ലേഡ് എന്നായിരുന്നെങ്കിൽ ഡിഡ് യു പ്ലേ എന്ന് ചോദിക്കാം. ഹീ പ്ലേസ് എന്നായിരുന്നെങ്കിൽ ഡസ് ഹീ പ്ലേ, അങ്ങനെയല്ലേ ചോദിക്കുക. അപ്പോൾ ഡസ്, ഡിഡ് അല്ലെങ്കിൽ ഡു ഒക്കെ ആവശ്യം വരാറുണ്ട്. പക്ഷേ മോഡൽ വേർബ്സിന് അങ്ങനെ ഒരു ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ പ്ലേ, അത് ക്യാൻ യു പ്ലേ. ക്യാൻ എന്നതിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അവിടെയും ഒരു ഹെൽപ്പിംഗ് വേർബിൻ്റെ ആവശ്യം ഇല്ല. മോഡൽ വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് ഓപ്ഷണലാണ്, അതല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ റൂളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മോഡൽ വേർബ്സ് 6 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, എബിലിറ്റി കഴിവ്, പോസിബിലിറ്റി സാധ്യത, അഡ്വൈസ് ഉപദേശം, പെർമിഷൻ അനുവാദം, ഒബ്ലിഗേഷൻ ബാധ്യത, ഹൈപ്പോത്തറ്റിക്കൽ ഓർ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇമാജിൻ ചെയ്യില്ലേ അത്തരം സെൻറ്റൻസസ് ഓർ കണ്ടീഷണൽ സെൻറ്റൻസസ്. കണ്ടീഷണൽ സെൻറ്റൻസസിലും ഈ മോഡൽ വേർബ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. എബിലിറ്റി എന്നാൽ കഴിവ്. ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് കാണിക്കുന്നതിന് ക്യാൻ ഉപയോഗിക്കാം, അതേപോലെ കുഡ് ഉപയോഗിക്കാം. ഐ ക്യാൻ സ്വിം നൗ ബട്ട് ഐ കുഡിൻറ്റ് സ്വിം വെൻ ഐ വാസ് യങ്ങർ. ഐ ക്യാൻ സ്വിം നൗ, എനിക്ക് ഇപ്പോൾ നീന്താൻ സാധിക്കും. ബട്ട് എന്നാൽ ഐ കുഡിൻറ്റ് സ്വിം വെൻ ഐ വാസ് യങ്ങർ, പക്ഷേ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എനിക്ക് അത് കഴിയുമായിരുന്നില്ല. ക്യാൻ ആൻഡ് കുഡിൻറ്റ് ആണ് ഉപയോഗിച്ചത്. ദേ കുഡ് പ്ലേ ദ പിയാനോ ബട്ട് നൗ ദേ കാൺട്ട്. ദേ കുഡ് പ്ലേ ദ പിയാനോ, അവർക്ക് പിയാനോ വായിക്കാൻ കഴിയുമായിരുന്നു. ബട്ട് നൗ ദേ കാൺട്ട്, പക്ഷെ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. ക്യാൻ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടൈമിൽ, ഇപ്പോഴുള്ള എബിലിറ്റി കാണിക്കുന്നതിനാണ്. പ്രസന്റ് ടെൻസിലുള്ള എബിലിറ്റി. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രഞ്ച്, എനിക്ക് ഫ്രഞ്ച് ഭാഷ മനസ്സിലാക്കാൻ കഴിയും. യു ക്യാൻ ഡു ഇറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. അതിൻ്റെ ക്യാൻ എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് കനോട്ട്. അത് ലാക്ക് ഓഫ് എബിലിറ്റി, അതായത് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് കാണിക്കുന്നതിന്. അതും പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഐ കാൺട്ട് സ്വിം എന്ന് പറഞ്ഞാൽ എനിക്ക് നീന്താൻ
കഴിയുന്നില്ല. ഐ കാൺട്ട് റീഡ്, എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഹി കാൺട്ട് കുക്ക്, അവന് കുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ കുഡ്. കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നതിനാണ്. പാസ്റ്റ് ടെൻസിലാണ് അത് ഉപയോഗിക്കുന്നത്. ഷീ കുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഷീ വാസ് യങ്ങർ, അവൾ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നപ്പോൾ ഷീ കുഡ് റൺ ഫാസ്റ്റ്, അവൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. കുഡ്. ഹി കുഡ് സ്പീക്ക് ഫ്ലുവൻറ്റ് ഫ്രഞ്ച് വെൻ ഹി ലീവ്ഡ് ഇൻ ഫ്രാൻസ്, അവൻ ഫ്രാൻസിൽ ജീവിച്ചിരുന്നപ്പോൾ അവന് ഫ്രഞ്ച് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇനി കുഡിൻ്റെ നെഗറ്റീവ് ഫോമാണ് കുഡിൻറ്റ് അല്ലെങ്കിൽ കുഡ് നോട്ട്. അത് കഴിയുമായിരുന്നില്ല എന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഷീ കുഡിൻറ്റ് ഫൈൻഡ് ഹെർ കീസ് യെസ്റ്റർഡേ, ഇന്നലെ അവൾക്ക് അവളുടെ കീസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദേ കുഡിൻറ്റ് സോൾവ് ദ ഡിഫിക്കൽട്ട് പസിൽ, ബുദ്ധിമുട്ടുള്ള ആ പസിൽ സോൾവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി അടുത്തത് പോസിബിലിറ്റി, സാധ്യത. സാധ്യത പറയുന്നതിന് പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റിയെ പറ്റി പറയുന്നതിന് നമുക്ക് എല്ലാ മോഡൽ വെർബ്സും ഉപയോഗിക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പലരും അത് ഇന്റർചേഞ്ചബിളി മാറി മാറി ഉപയോഗിക്കാറും ഉണ്ട്. പക്ഷേ അത് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ ഗ്രേഡിംഗ് സ്കെയിൽ ഒന്ന് ശ്രദ്ധിക്കൂ. പോസിബിലിറ്റി, സാധ്യത എക്സ്പ്രസ് ചെയ്യുന്നതിന് ഡിഫറൻറ്റ് മോഡൽ വെർബ്സ് ഉപയോഗിക്കാം. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ കാണിച്ചിരിക്കുന്ന ഡിഗ്രി, പെർസെൻറ്റേജ് ഒക്കെ നോക്കി ഒരു മോഡൽ വെർബ് ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഓരോ മോഡൽ വെർബ്സും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ ഈ ഒരു ഗ്രേഡിംഗ് സ്കെയിൽ സഹായിക്കും. മസ്റ്റ് സൂചിപ്പിക്കുന്നത് ഹൈ ഡിഗ്രി ഓഫ് പോസിബിലിറ്റിയാണ്. ഒരുപാട് സാധ്യത, ഒരു 90% സാധ്യതയുള്ളപ്പോഴാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. ദ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഇൻ ഹാഫ് ആൻ അവർ. ദ ഡാൻസേഴ്സ് മസ്റ്റ് ബി റെഡി. മസ്റ്റ് ബി റെഡി, മസ്റ്റാണ് ഉപയോഗിച്ചത്. കാരണം നമുക്കത് ഓൾമോസ്റ്റ് ഉറപ്പാണ്, അത്രയും ഉറപ്പാണ്, ഒരു 90% ഉറപ്പാണ്. അതായത് അരമണിക്കൂറേ ഉള്ളൂ ഡാൻസ് പ്രോഗ്രാം തുടങ്ങാൻ. അപ്പോൾ എന്തായാലും ഡാൻസേഴ്സ് റെഡി ആയിട്ടുണ്ടാകും. അത് വളരെ ഉറപ്പിച്ച ഒരു കാര്യമാണ്. 100% അല്ലെങ്കിലും സാധ്യത 90% ആണ്. അപ്പോൾ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. മസ്റ്റിൻ്റെ അത്രയ്ക്ക് അല്ലെങ്കിലും കുറച്ചുകൂടി കുറവ്, ഒരു റീസണബിൾ ഡിഗ്രി ഓഫ് പോസിബിലിറ്റി, ഒരു 80%. അപ്പോൾ നമുക്ക് ഷാൽ ഉപയോഗിക്കാം. അത് ഭാവിയിലെ കാര്യങ്ങൾ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ഷാൽ ഉപയോഗിക്കുന്നത്. ദ സൺ ഷാൽ സെറ്റ് ഇൻ ആൻ അവർ. 1 മണിക്കൂറിനുള്ളിൽ സൂര്യൻ അസ്തമിക്കും. നമുക്കറിയാം സൂര്യൻ അസ്തമിക്കുന്ന സമയമൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. അത് ഒരു റീസണബിൾ ഡിഗ്രി ഓഫ് പോസിബിലിറ്റിയാണ്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പാണത്, അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളപ്പോഴാണ് നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഷാൽ വളരെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ അത് ഓൾഡ് ഫാഷൻഡ് ആയി വരുന്നു. ഇനി വിൽ, ഫ്യൂച്ചർ പ്രഡിക്ഷൻസ്, ഭാവിയിലെ പ്രഡിക്ഷൻസ് നടത്താൻ വിൽ ഉപയോഗിക്കാം. ഇറ്റ് വിൽ റെയിൻ ലേറ്റർ ടുഡേ. ഇന്ന് കുറച്ച് വൈകിട്ട് മഴ പെയ്യും. അത് അല്ലാത്ത ഒരു ഉറപ്പല്ലെങ്കിലും നമുക്ക് വിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ആ സാധ്യത നമ്മൾ കാണുന്നു, മഴ പെയ്യും എന്നുള്ളത്. അപ്പോൾ ഇറ്റ് വിൽ റെയിൻ ലേറ്റർ ടുഡേ. വിൽ എന്ന മോഡൽ വെർബ് അവിടെ ഉപയോഗിച്ചു. ഇനി ഷുഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് ആ സമയത്താണ്. ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് തന്നെ, പക്ഷെ അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോഴാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ഓൾറെഡി 5 o'clock. ഹി ഷുഡ് ബി ഹോം ബൈ നൗ. ഇപ്പോൾ സാധാരണ നമ്മൾ അവനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും, ഇപ്പോൾ തന്നെ 5 മണിയായി എന്ന് പറയില്ലേ. അപ്പോൾ 5 മണിയായ സമയത്ത് അവനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ ഷുഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അങ്ങനെ ആവണം എന്നുള്ളത്. അപ്പോഴാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. ക്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ സാധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. പോസിബിലിറ്റി. ഇറ്റ് ക്യാൻ റെയിൻ ലേറ്റർ. അവിടെ ക്യാൻ ഉപയോഗിക്കുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ പറയുന്നത്. മഴ പെയ്യും, കാരണം നമ്മൾ ചില സൈൻസ് ഒക്കെ കാണുന്നു, ക്ലൗഡ്സ് ഉണ്ട്, മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കാണുന്നു. അപ്പോൾ ഇന്ന് മഴ പെയ്യും എന്നുള്ളത് അവിടെ ഒരു സാധ്യതയ്ക്ക് വേണ്ടി നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇറ്റ് ക്യാൻ റെയിൻ ലേറ്റർ. ദ ടീം ക്യാൻ വിൻ ദ ഗെയിം ഇഫ് ദേ പ്ലേ വെൽ. ദ ടീം ക്യാൻ വിൻ ദ ഗെയിം. ആ ഗെയിം ടീമിന് വിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ നമ്മളൊരു സാധ്യത തന്നെയാണ് പറയുന്നത്, പക്ഷേ അവർക്ക് അതിനുള്ള കഴിവ് ഉണ്ട്. ദേ ക്യാൻ വിൻ ദ ഗെയിം ഇഫ് ദേ പ്ലേ വെൽ. അവർ നന്നായി കളിക്കുകയാണെങ്കിൽ അവർക്ക് വിൻ ചെയ്യാൻ സാധിക്കും എന്ന അർത്ഥത്തിലാണ് ക്യാൻ അവിടെ ഉപയോഗിക്കുന്നത്. ഇനി കുഡ് ഉപയോഗിക്കാം. ദ പാക്കേജ് കുഡ് അറൈവ്
ടുഡേ ഓർ ടുമാറോ ദ പാക്കേജ് കുഡ് അറൈവ്. അവിടെ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ, അതായത് നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഓക്കെ നാളെ ഇന്നല്ലെങ്കിൽ നാളെ പാക്കേജ് ഇവിടെ എത്തും എന്നത്. നമുക്കത് അൺസേർട്ടൺ ആണ്, നമുക്കത് ഉറപ്പില്ല, എങ്കിലും നമ്മൾ പറയുന്നു ഒരു സാധ്യത. മേ ഉപയോഗിക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കാം. ഇത് തന്നെ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ അങ്ങനെയും പറയാം. പക്ഷേ സാധ്യത കുറച്ചുകൂടി കുറയുമ്പോഴാണ് അത് പറയുന്നത്. പക്ഷേ ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറയുമ്പോഴും ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറയുമ്പോഴും രണ്ടും സെൻറ്റൻസ് കറക്റ്റ് തന്നെ. പക്ഷെ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു സാധ്യത അത് കുറവും കൂടുതലും എന്ന വ്യത്യാസമേ ഉള്ളൂ. കനോട്ട് ആൻഡ് കുഡ് നോട്ട് ഇത് ഉപയോഗിക്കുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യത്തിനാണ്. അങ്ങനെ നടക്കാനൊന്നും സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്, ഇമ്പോസിബിലിറ്റി കാണിക്കുന്നതിന്. ഐ കനോട്ട് ഫ്ലൈ വിത്തൗട്ട് വിങ്സ്. എനിക്ക് വിങ്സ് ഇല്ലാതെ പറക്കാൻ കഴിയില്ല. ഐ കനോട്ട് ഫ്ലൈ, അത് അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ കുഡിൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷീ കുഡിൻറ്റ് ലിഫ്റ്റ് ദ ബോക്സ്. അവൾക്ക് ആ ബോക്സ് ലിഫ്റ്റ് ചെയ്യാൻ, പൊക്കാൻ സാധിച്ചില്ല എന്നാണ്. കുഡിൻറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മളൊന്ന് ശ്രമിച്ചു, ഒരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ അതിൽ പരാജയപ്പെട്ടു എന്നാണ് വരുന്നത്. പക്ഷേ കനോട്ട് അങ്ങനെയല്ല. അത് ഐ കനോട്ട് ഫ്ലൈ എന്ന് പറയുമ്പോൾ എനിക്ക് ഫ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നല്ലേ. പക്ഷേ കുഡിൻറ്റ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ശ്രമം നടത്തി, അത് സാധിച്ചില്ല, അങ്ങനെ പറയുമ്പോഴാണ് കുഡിൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കനോട്ട് എന്നതിനും കുഡിൻറ്റ് എന്നതൊരു പാസ്റ്റ് ഫോം ആണെന്ന് മാത്രമല്ല, അവിടെ ആ മീനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടും സാധിച്ചില്ല എന്നാണ്. ദേ കുഡിൻറ്റ് ഫൈൻഡ് ദ കീസ്. അവർക്ക് കീസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കുഡിൻറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി, പക്ഷേ പരാജയപ്പെട്ടു, അവിടെ അതാണ് കുഡിൻറ്റ്. ഇനി വേറൊന്നുണ്ട്, ഡിഡക്ഷൻ ആൻഡ് സ്പെക്കുലേഷൻ. ഡിഡക്ഷൻ ആൻഡ് സ്പെക്കുലേഷൻ. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അനുമാനം എന്ന് പറയില്ല, അനുമാനിക്കും ചില കാര്യങ്ങൾ, ചില എവിഡൻസസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയാവും എന്നൊക്കെ. അതാണ് അവിടെയും നമുക്ക് മോഡൽ വേർബ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡക്ഷൻ ആൻഡ് സ്പെക്കുലേഷൻ, അതിന് നമുക്ക് 5 മോഡൽ വേർബ്സ് ഉപയോഗിക്കാം. മസ്റ്റ് ആൻഡ് ഷുഡ്. മോഡൽ എക്സാംസ് ആർ സ്റ്റാർട്ടിംഗ് ഓൺ മൺഡേ. ലൈല മസ്റ്റ് ബി സ്റ്റഡിയിങ് നൗ. മോഡൽ എക്സാംസ് മൺഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് ലൈല എന്താണ്, ലൈല പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. അതിന് നമ്മൾ മസ്റ്റ് അവിടെ ഉപയോഗിച്ചു. ഡിഡക്ഷൻ. ദ നെഗോഷിയേഷൻസ് ഷുഡ് എൻഡ് സൂൺ. ഇറ്റ് ഹാസ് ബീൻ എ ഫ്യൂ അവേഴ്സ് ഓൾറെഡി. നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അവസാനിച്ചിട്ടുണ്ടാവും ഇപ്പോൾ, കാരണം ഇപ്പോൾ തന്നെ കുറേ സമയമായി. അപ്പോൾ അത് നമ്മളൊരു മനസ്സിലൊരു കാൽക്കുലേഷൻ ആണോ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന്. അവിടെ ഷുഡ് ഉപയോഗിച്ചു. അതുപോലെ മൈറ്റ് ആൻഡ് കുഡ് ഉപയോഗിക്കാം. ദ ട്രെയിൻസ് മൈറ്റ് ബി റണ്ണിങ് ലേറ്റ്. ട്രെയിൻസ് ഒക്കെ ലേറ്റ് ആയിട്ടായിരിക്കും ഓടുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കില്ലേ, നമ്മൾ അനുമാനിക്കുന്നു. അപ്പോൾ മൈറ്റ് ഉപയോഗിക്കാം. ഹി കുഡ് ബി സ്പാനിഷ്. ചില ആളുകളുടെ, അതായത് ആക്സെന്റ് കേൾക്കുമ്പോൾ അത് ഏത് കൺട്രിയിൽ നിന്നുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ ഹി കുഡ് ബി സ്പാനിഷ് ജഡ്ജിങ് ബൈ ഹിസ് ആക്സെന്റ്. ആക്സെന്റ് കേട്ടിട്ട് അയാൾ സ്പാനിഷ് ആണെന്ന് നമ്മൾ അങ്ങോട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ കുഡ് ഉപയോഗിക്കാം. ഇതൊക്കെ ഡിഡക്ഷൻസ് ആണ്. കാൺട്ട്. ദേ കാൺട്ട് ബി ലോസ്റ്റ്. ദേ നോ ദിസ് ഏരിയ വെൽ. അവർക്ക് ഒരിക്കലും അങ്ങനെ വഴിയൊന്നും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയില്ല, കാരണം അവർക്ക് ദേ നോ ദിസ് ഏരിയ വെരി വെൽ. അവർക്ക് ഏരിയ വളരെ നന്നായിട്ട് അറിയാം. അതും നമ്മുടെ ഒരു അനുമാനം ആണ്. ദേ കാൺട്ട് ബി ലോസ്റ്റ്. അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കാനൊരു സാധ്യത ഇല്ല എന്ന് നമ്മൾ പറയുന്നത് എന്താ, ദേ നോ ദിസ് ഏരിയ വെരി വെൽ. അവർക്ക് ഏരിയ വളരെ നന്നായിട്ട് അറിയാം. അങ്ങനെ ചില എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില അനുമാനങ്ങൾ നടത്തുന്നു. അവിടെ ഈ മോഡൽ വേർബ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, അഡ്വൈസ്. ഉപദേശം കൊടുക്കുന്നതിന് സജഷൻസ്, റെക്കമെൻഡേഷൻസ്. ഉപദേശം നമ്മൾ ചോദിച്ചു വാങ്ങുന്നതിന്, ഉപദേശം നമുക്ക് ചോദിക്കുന്നതിന് ഓഫറിങ് ഹെൽപ്പ്. ഒരു ഹെൽപ്പ് നമ്മൾ ഒരാൾക്ക് ഓഫർ ചെയ്യുന്നതിന്, ഇതിനൊക്കെ നമുക്ക് മോഡൽ വേർബ്സ് ഉപയോഗിക്കാം. ഉപദേശം കൊടുക്കുന്നതിനും അതുപോലെ സജസ്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡൽ വേർബ്സ് ആണ് മസ്റ്റ് ആൻഡ് ഷുഡ്. വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് മസ്റ്റ് ആൻഡ് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് ഈറ്റ് വെജിറ്റബിൾസ് ഫോർ ഹെൽത്തി ഡയറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ഭക്ഷണം കഴിക്കുന്നതിന് യു ഷുഡ് ഈറ്റ് വെജിറ്റബിൾസ് കഴിക്കുക. അത് വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്, അങ്ങനെ ചെയ്യണം എന്നത്. യു മസ്റ്റ് സീ ദാറ്റ് മൂവി, ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ആ മൂവി നിങ്ങൾ കാണണം എന്തായാലും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ്. യു മസ്റ്റ് സീ ദാറ്റ് മൂവി, ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. കുഡ് ഉപയോഗിക്കാം.
കുഡ് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഓപ്ഷൻ ആയിട്ടാണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ ഒരു ഓപ്ഷൻ. യു കുഡ് കൺസിഡർ ടേക്കിംഗ് എ വെക്കേഷൻ. യു ഹാവ് ബീൻ പ്രിറ്റി സ്ട്രെസ്ഡ് ഓഫ് ലേറ്റ്. ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു വെക്കേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യണത്, പക്ഷേ അതൊരു സ്ട്രോങ് ആയിട്ടല്ല, ഒരു ഓപ്ഷൻ, നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നത് പോലെ. അപ്പോൾ കുഡ് ഉപയോഗിക്കാം. ഒരു ഫോർമൽ സജഷൻ ആണെങ്കിൽ മൈറ്റ് ഉപയോഗിക്കാം. യു മൈറ്റ് വാണ്ട് ടു കൺസിഡർ ടേക്കിംഗ് എ ഡിഫറെൻറ്റ് അപ്രോച്ച്. വേറൊരു രീതി നോക്കുന്നതാണ് നല്ലത് എന്ന് പറയില്ലേ, അതൊരു ഫോർമൽ സജഷൻ പോലെ പറയാം. ഇനി ഒരു ഇൻഫോർമൽ വേയിലാണെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. യു ക്യാൻ പിക്ക് അപ്പ് ജെയിൻ ഫ്രം ദ എയർപോർട്ട് ഓൺ യുവർ വേ ബാക്ക്. നിങ്ങൾക്ക് ജെയിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാം. അത് ഒരു ഇൻഫോർമൽ വേയിലാണ്, നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ പറയില്ലേ, അപ്പോൾ നമ്മൾ ക്യാൻ ഉപയോഗിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ നമുക്ക് ഷാൽ ഉപയോഗിക്കാം. ഷാൽ വി സിറ്റ് ഇൻ ദ ബാൽക്കണി, ഒരു ക്വസ്റ്റ്യൻ ഫോം ആണത്, അപ്പോൾ നമുക്ക് ഷാൽ ഉപയോഗിക്കാം. നമുക്ക് ബാൽക്കണിയിലൊന്ന് ഇരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഷാൽ വി സിറ്റ് ഇൻ ദ ബാൽക്കണി. കുറച്ചുകൂടി ഒരു ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ മേ ഉപയോഗിക്കാം. യു മേ വാണ്ട് ടു ജോയിൻ എ യോഗ ക്ലാസ് ടു റെഡ്യൂസ് സ്ട്രെസ്. സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു റെഡ്യൂസ് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി യു മേ വാണ്ട് ടു ജോയിൻ എ യോഗ ക്ലാസ്. ഇതും വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിനക്ക് ചെയ്യാം എന്നർത്ഥത്തിൽ പറയുകയാണ്. നിനക്കൊരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, നിൻ്റെ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. യു മേ. ഇനി വേറെ ഒരു സെമി മോഡൽ വേർബ് ഉണ്ട്, അത് ought to. ഇത് കുറച്ച് ഫോർമൽ ആണ്, പിന്നെ ഓൾഡ് ഫാഷൻഡ് ആണ്, പക്ഷേ എങ്കിലും ഉപയോഗിക്കാറുണ്ട്. ഒരു സ്ട്രോങ് റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. യു ought to arrive early for the meeting. ought to arrive എന്ന് പറയുമ്പോൾ യു ഷുഡ് arrive എന്ന് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ് അവിടെ ആ പറയുന്ന രീതി. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ്. നേരത്തെ മീറ്റിങ്ങിന് നീ വരേണ്ടതാണ് എന്നാണ്. യു ഷുഡ് എന്ന് പറയുമ്പോൾ അത്രയ്ക്കും സ്ട്രോങ് അല്ല, പക്ഷേ ought to പറയുമ്പോൾ കുറച്ചധികം ഒരു എംഫസിസ് വന്നു. ഇനി ഒരാളോട് നമ്മൾ ഉപദേശം ചോദിക്കില്ലേ, അപ്പോൾ നമുക്ക് വുഡ്, കുഡ്, ഷുഡ് ഒക്കെ ഉപയോഗിക്കാം. വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ ഹാവ് എ കോൺഫ്ലിക്റ്റ് വിത്ത് മൈ നൈബർ. എൻ്റെ നൈബറുമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പോൾ വാട്ട് ഷുഡ് ഐ ഡു എന്ന് ചോദിക്കുന്നു. അതായത് എന്താ ഞാൻ ചെയ്യേണ്ടത്, ഷുഡാണ് അവിടെ ഉപയോഗിച്ചത്. ഇത് നമ്മൾ ഒരാളോട് ഒരു ഉപദേശം ചോദിക്കുകയാണ്. കുഡ് യു ഗിവ് മീ സം അഡ്വൈസ്. എനിക്ക് കുറച്ച് എന്തെങ്കിലും എന്നെ ഒന്ന് ഉപദേശിക്കാമോ, എനിക്കൊരു ഉപദേശം തരുമോ. ഐ വുഡ് ലവ് യുവർ ഒപ്പീനിയൻ ഓൺ ദ മാറ്റർ. ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം വേണം എന്നതാണ്. ഐ വുഡ് ലവ് യുവർ ഒപ്പീനിയൻ. ഐ വുഡ് ആണ് ഉപയോഗിച്ചത്, മോഡൽ വേർബ്. ഇനി ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ഓഫർ ചെയ്യില്ലേ, അവിടെയും നമുക്ക് മോഡൽ വേർബ്സ് ഉപയോഗിക്കാം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻ, കുഡ്, മേ ഒക്കെയാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത് നമ്മളൊന്ന് ഓഫർ ചെയ്യുന്നതാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് എനിത്തിങ്. ഞാൻ എന്തെങ്കിലും നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ. ഐ കുഡ് ഗിവ് യു എ റൈഡ് ടു ദ എയർപോർട്ട്. എനിക്ക് നിനക്കൊരു റൈഡ് തരാൻ പറ്റും എയർപോർട്ടിലേക്ക്. ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ഓഫർ ചെയ്യുന്നതല്ലേ, അവിടെയൊക്കെ ഈ മോഡൽ വേർബ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മേ ഐ അസിസ്റ്റ് യു വിത്ത് ക്യാരിയിങ് ബാഗ്സ്. ഈ ബാഗ്സ് ഒക്കെ ഒന്ന് ക്യാരി ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കണോ എന്നാണ് മേ ഉപയോഗിച്ചു. ഇവിടെ വിൽ, വുഡ്, ഷാൽ ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. ഐ വിൽ ബ്രിങ് ബിരിയാണി ടു ദ പാർട്ടി ടുമാറോ. ഐ വിൽ ബ്രിങ് ബിരിയാണി ടു ദ പാർട്ടി ടുമാറോ. നാളെ പാർട്ടിക്ക് ഞാൻ ബിരിയാണി കൊണ്ടുവരാം. വുഡ് യു ലൈക്ക് മീ ടു ഡ്രോപ്പ് യു. വുഡ് യു ലൈക്ക് മീ ടു ഡ്രോപ്പ് യു. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ എന്നാണ്. വുഡ് യു ലൈക്ക് മീ ടു ഡ്രോപ്പ് യു. വുഡ്. ഷാൽ ഐ മേക്ക് യു എ കപ്പ് ഓഫ് ടീ. ഞാനൊരു കപ്പ് ടീ ഉണ്ടാക്കട്ടെ. ഇതൊക്കെ ഹെൽപ്പ് നമ്മൾ ഓഫർ ചെയ്യുന്നതാണ്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് മോഡൽസ് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ. പല ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് ഉപയോഗിക്കാം. ഇനി ചിലപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രോമിസോട് കൂടിയായി, ഐ വിൽ വാട്ടർ യുവർ പ്ലാന്റ്സ് വൈൽ യു ആർ എവേ. നീ ഇവിടെ ഇല്ലാത്തപ്പോൾ ഐ വിൽ വാട്ടർ യുവർ പ്ലാന്റ്സ്. ഞാൻ നിന്റെ പ്ലാന്റ്സിനൊക്കെ നനയ്ക്കാം. അവിടെ ഒരു പ്രോമിസോട് കൂടിയാണ് നമ്മൾ ഹെൽപ്പ് ഓഫർ ചെയ്യുന്നത്. ഐ ഷാൽ വാക്ക് യുവർ ഡോഗ് ഇൻ ദ ഈവനിങ്. നിന്റെ ഡോഗിനെ ഞാൻ നടത്തിപ്പിക്കാം.
ഇനി ഫോർത്ത് കാറ്റഗറി പെർമിഷൻസ് ആണ്. അനുവാദം കൊടുക്കൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ക്യാൻ, കുഡ് ആൻഡ് മേ. യു ക്യാൻ ഗോ ടു ദ പാർട്ടി ഇഫ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്. യു ക്യാൻ ഗോ ടു ദ പാർട്ടി ഇഫ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്. വളരെ ഇൻഫോർമൽ ആയിട്ടാണത് പറയുന്നത്. നിനക്ക് നിന്റെ ഹോംവർക്ക് കഴിയുകയാണെങ്കിൽ നിനക്ക് പാർട്ടിക്ക് പോകാം. ക്യാൻ അത് ഒരു അനുവാദം കൊടുക്കലാണ്. യു മേ യൂസ് യുവർ കമ്പ്യൂട്ടർ ടു കംപ്ലീറ്റ് യുവർ അസൈൻമെൻറ്റ്. നിന്റെ അസൈൻമെൻറ്റ് മുഴുവനാക്കാൻ നിനക്ക് എൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. യു മേ യൂസ് അത് അവിടെ കുറച്ച് ഫോർമൽ വേയിലാണ്. മേ യൂസ് ചെയ്യുമ്പോൾ ഒരു ഫോർമൽ വേ വന്നു, ഒരു അതോറിറ്റേറ്റീവ് വേ, ഒരു അധികാരത്തോടു കൂടി പറയുന്നത്. യു മേ യൂസ് യുവർ കമ്പ്യൂട്ടർ for completing your homework. You could borrow my car for the weekend if you like. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കാറ് എടുക്കാം, ബോറോ ചെയ്യാം. അവിടെ യു കുഡ് ആണ് ഉപയോഗിച്ചത്, കുഡ്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലായില്ലേ? ഇനി ക്യാൻ, മേ ആൻഡ് കുഡ് ഈ 3 മോഡൽ വേർബ്സും ആസ്കിങ് പെർമിഷൻ, നമ്മൾ ഒരാളുടെ അനുവാദം ചോദിക്കില്ലേ, അവിടെയും നമുക്ക് ഉപയോഗിക്കാം. ക്യാൻ ഐ യൂസ് യുവർ പെൻ പ്ലീസ്? എനിക്ക് നിൻ്റെ പെൻ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നത്. ക്യാൻ. മേ ഐ ലീവ് ദ ക്ലാസ് റൂം ഏർലി ടുഡേ? എനിക്ക് ഇന്ന് നേരത്തെ ഒന്ന് പോകാൻ പറ്റുമോ എന്നാണ്. മേ ആണ് ഉപയോഗിച്ചത്. അത് പക്ഷേ ഫോർമൽ വേ ആണ്. ഇനി കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് ഒക്കെ ചോദിക്കുമ്പോഴാണ് കുഡ് യൂസ് ചെയ്യുന്നത്. കുഡ് ഐ ടേക്ക് യുവർ പെൻ പ്ലീസ്? എനിക്ക് നിൻ്റെ പേന ഒന്ന് എടുക്കാൻ പറ്റുമോ? വളരെ പൊളൈറ്റായ രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ കുഡ് ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ കുഡ്, മേ, ക്യാൻ ഒക്കെ ഉപയോഗിക്കാം. ഇനി റിക്വസ്റ്റുകൾ, ടു മേക്ക് റിക്വസ്റ്റ്, അതിന് നമുക്ക് വിൽ, വുഡ് ഒക്കെ ഉപയോഗിക്കാം. വിൽ യു ക്ലോസ് ദ റൂം? വിൽ യു ക്ലോസ് ദ റൂം വെൻ യു ലീവ്? നിങ്ങൾ പുറത്തേക്ക് പോരുമ്പോൾ വിൽ യു ക്ലോസ് ദ റൂം? റൂം ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? വിൽ യു ക്ലോസ് ദ റൂം? ക്ലോസ് ചെയ്യുമോ എന്നാണ്. അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു വേ ആണ് വിൽ യു എന്ന് ചോദിക്കുമ്പോൾ. അതല്ലാതെ വുഡാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ? അപ്പോൾ കുറച്ചുകൂടി ഒരു പൊളൈറ്റ് വേ ആയി, വളരെ ഫോർമൽ രീതിയിലായി. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ചോദ്യം ആയി. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ വെൻ യു ലീവ്? വുഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചോദിക്കുന്ന രീതി ഒരു പൊളൈറ്റ് വേ ആയി. ഇനി അടുത്ത കാറ്റഗറി ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ബാധ്യത. മസ്റ്റ്, ഷുഡ്, ഹാവ് ടു ഒക്കെ ഉപയോഗിക്കാം. ഹാവ് ടു എന്നത് ഒരു സെമി മോഡൽ വെർബാണ്. യു മസ്റ്റ് സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ് ടുമാറോ. യു മസ്റ്റ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനാണ്. സ്റ്റുഡൻസ് ഷുഡ് സ്റ്റഡി for their exams. സ്റ്റുഡൻസ് എക്സാമിന് പഠിക്കണം. എംപ്ലോയീസ് ഹാവ് ടു ഫോളോ ദ കമ്പനീസ് കോഡ് ഓഫ് കോണ്ടക്ട്. എംപ്ലോയീസ് കമ്പനിയുടെ ആ കോഡ് ഓഫ് കോണ്ടക്ട് ഫോളോ ചെയ്യണം. ഇനി ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും മസ്റ്റ് ഉപയോഗിക്കുമ്പോഴും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണ്? ഐ ഹാവ് എ ടൂത്ത് ഏക്ക്. ഐ മസ്റ്റ് സീ എ ഡെന്റിസ്റ്റ്. എനിക്കൊരു പല്ലുവേദനയുണ്ട്. ഐ മസ്റ്റ് സീ എ ഡോക്ടർ. ഇത് മസ്റ്റ് സീ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ആവശ്യമാണ് അല്ലേ? ഇന്റേണൽ ഒബ്ലിഗേഷൻ ആണത്. അതേസമയം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. വി ഹാവ് ടു വെയർ ഫാൻസി ഡ്രസ് അറ്റ് ദ പാർട്ടി. പാർട്ടിയിലെ നല്ല ഡ്രസ്സ് ഇടണം. അത് ഒരു എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ ആണ്. നമുക്ക് സ്വയം തോന്നുന്നതല്ല, അങ്ങനെ ഇടണം എന്നൊരു നിർബന്ധമുണ്ട്. ആ പാർട്ടിയിൽ ചെല്ലുമ്പോൾ ഫാൻസി ഡ്രസ്സ് ഇടണം എന്നത്. അപ്പോൾ മസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഒരു ഇന്റേണൽ ഒബ്ലിഗേഷൻ ആണ്, നമുക്ക് സ്വയം തോന്നുന്നതാണ്. ഹാവ് ടു ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ, വേറെ എന്തിൻ്റെയെങ്കിലും ഒരു ഭാഗമായിട്ട് നമുക്കത് ചെയ്യേണ്ടി വരുന്നതാണ്. ഡ്രസ് കോഡ് എന്നൊക്കെ പറയുന്നത് അത് ഇപ്പോൾ ഇന്ന തരത്തിൽ ഡ്രസ്സ് ഇടണം എന്ന് മറ്റുള്ളവർ നമ്മളോട് പറയുന്നതാണ്. അതൊരു ഡ്രസ് കോഡിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ നമ്മളത് അനുസരിക്കേണ്ടി വരുന്നു. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസും ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു മസ്റ്റ് നോട്ട് എൻറ്റർ ദിസ് ഏരിയ വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓതറൈസേഷൻ ഇല്ലാതെ ഈ ഏരിയയിലേക്ക് കടക്കാൻ പാടില്ല. യു മസ്റ്റ് നോട്ട് എൻറ്റർ, മസ്റ്റ് നോട്ട്. യു ഷുഡ് നോട്ട് ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. ഒരുപാട് ജങ്ക് ഫുഡ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല. പക്ഷേ ഷുഡ് ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു അഡ്വൈസ് എന്ന ഒരു എലിമെൻ്റ് ഉണ്ട്. ഒരു ഉപദേശത്തിൻ്റെ രൂപത്തിലാണത് പറയുന്നത്. ഷുഡ് വരുമ്പോൾ അങ്ങനെയുണ്ട്. ഇവിടെയൊക്കെ ഒരു പ്രോഹിബിഷനാണ്, അത് ചെയ്യാൻ പാടില്ല എന്നത്. ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫോം കാൺട്ട്, കുഡിൻറ്റ്, മേ നോട്ട്, ഇതൊക്കെ പ്രോഹിബിഷൻ പോലെ തന്നെ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം.
യു കാൺട്ട് സ്മോക്ക് ഹിയർ, നിങ്ങൾക്ക് ഇവിടെ പുകവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്ഥലത്ത് അത് അലൗഡ് അല്ല, അത് അനുവദനീയമല്ല എന്നല്ലേ. അപ്പോൾ കാൺട്ട്. വി കുഡിൻറ്റ് പാർക്ക് ഔട്ട്സൈഡ് ദ മാൾ, ഞങ്ങൾക്ക് മാളിൻ്റെ ഔട്ട്സൈഡ് പുറത്ത് പാർക്ക് ചെയ്യാൻ സാധിച്ചില്ല. കുഡിൻറ്റ്. പക്ഷേ ഈ കുഡിൻറ്റ് ഉപയോഗിക്കുമ്പോൾ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് ശ്രമിച്ചു പക്ഷെ അതിൽ പരാജയപ്പെട്ടു എന്നാണ് മീനിങ് വരുന്നത്. യു മേ നോട്ട് കം ഇൻ. മേ നോട്ട് അവിടെ ഒരു അധികാരത്തിൻ്റെ ഒരു സ്വരം ആണ്. യു മേ നോട്ട് കം ഇൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരാൻ പാടില്ല എന്നർത്ഥത്തിലാണ്. ഇനി ലാസ്റ്റ് വൺ, 6th കാറ്റഗറി, കണ്ടീഷണൽ സെൻറ്റൻസസ്. ഇപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം ചെയ്താൽ വേറൊരു കാര്യം നടക്കും എന്ന് പറയുമ്പോഴല്ലേ കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത്. അവിടെ വുഡ്, കുഡ്, മൈറ്റ് ഒക്കെ ഉപയോഗിക്കാം. ഇഫ് ഐ ഹാഡ് എ മാജിക് വാൻഡ് ഐ വുഡ് ഗ്രാൻറ്റ് എവരി വൺസ് വിഷസ്. എനിക്കൊരു മാജിക് വടി ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഗ്രാൻറ്റ് എവരി വൺസ് വിഷസ്, എല്ലാവരുടെ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുത്തേനെ. അപ്പോൾ അതൊരു വുഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. നമുക്ക് അതൊരു അൺലൈക്ലി ആണ്, അത് നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്, എങ്കിലും നമ്മൾ അങ്ങനെ പറയുന്നു. ഭാവിയിലേക്ക് നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എങ്കിലും നമ്മൾ പറയണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ചെയ്തേനെ. അപ്പോൾ അവിടെ വുഡാണ് ഉപയോഗിച്ചത്. ഇഫ് ഇറ്റ് റെയിൻസ് വി മൈറ്റ് സ്റ്റേ ഇൻഡോഴ്സ്. മഴ പെയ്യുകയാണെങ്കിൽ വി മൈറ്റ് സ്റ്റേ ഇൻഡോഴ്സ്, ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നേനെ. അവിടെ മൈറ്റ് ഉപയോഗിച്ചത് ഒരു ചെറിയ പോസിബിലിറ്റിയാണത്. വി മൈറ്റ് സ്റ്റേ ഇൻഡോഴ്സ്, ഞങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ തന്നെ ഇരിക്കുമായിരിക്കും, അത് നമുക്കറിയില്ല, എങ്കിലും ഒരു ചെറിയ പോസിബിലിറ്റി. ദ ഈവൻറ്റ് മൈറ്റ് ബി പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു ബാഡ് വെതർ. മോശം കാലാവസ്ഥ ആയതുകൊണ്ട്, അത് കാരണം ഈവൻറ്റ് ചിലപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തേക്കാം, നീട്ടിവെച്ചേക്കാം. അപ്പോൾ മൈറ്റ് ബി ആണ് ഉപയോഗിക്കുന്നത്. ഹി കുഡ് ബി അറ്റ് ഹോം, ലെറ്റ് മീ ചെക്ക്. ഹി കുഡ് ബി അറ്റ് ഹോം, അവൻ വീട്ടിലുണ്ടാവും, ഞാനൊന്ന് നോക്കട്ടെ. ഇതൊക്കെ അൺസർട്ടൺ ആണ്, പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക, ഹൈപ്പോത്തറ്റിക്കൽ, നമ്മൾ ഇമാജിൻ ചെയ്യണം, അവനിപ്പോൾ വീട്ടിലുണ്ടാവും, ഞാനൊന്ന് നോക്കട്ടെ. ലെറ്റ് മീ ചെക്ക്. ഹി കുഡ് ബി അറ്റ് ഹോം. കുഡ് ബി, കുഡാണ് അവിടെ യൂസ് ചെയ്തത്. ഇഫ് ഷീ വൺ ദ കോമ്പറ്റീഷൻ ഷീ വുഡ് ബി ത്രിൽഡ്. അവൾ ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഷീ വൺ ദ കോമ്പറ്റീഷൻ ഷീ വുഡ് ബി ത്രിൽഡ്, അവൾ ത്രിൽഡ് ആയേനെ. അപ്പോൾ അവിടെ വുഡ് ബി, വുഡാണ് അവിടെ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ മോഡൽ വേർബ്സ് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ മോഡൽ വേർബ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം സിറ്റുവേഷനിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പല ഡിഫറൻറ്റ് മോഡൽ വേർബ്സ് ഒരേ സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം, ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ എന്നും ഒക്കെ മനസ്സിലായില്ലേ.